ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. പരമോന്നത നേതാവ് ഖമനേയി കൂടാതെ ഏകദേശം 40ഓളം മുതിർന്ന ഇറാനിയൻ കമാൻഡർമാരും സൈനിക ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാനുമായുള്ള നിലവിലെ സംഘർഷത്തിന്റെ ഭാവി എന്താകുമെന്ന് ഇപ്പോൾ കൃത്യമായി പറയാനാകില്ലെന്ന് US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ പറഞ്ഞു. US ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഖമനേയിയുടെ മരണമെന്നാണ് ഖമനേയിയുടെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പറഞ്ഞത്. ബീഹാർ രാഷ്ട്രീയത്തിൽ വമ്പൻ അഴിച്ചുപണി നടക്കാൻ പോകുകയാണെന്ന് റിപ്പോർട്ട്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ പോകുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അദ്ദേഹത്തിന്റെ മകൻ നിശാന്ത് കുമാർ ബീഹാർ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. നിശാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടുകൊണ്ടാകുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ വ്യാഴാഴ്ച നിതീഷ് കുമാർ രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് സാധ്യത എന്നാണ് പുതിയ വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കോടതി. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ഇതോടെ പത്മകുമാർ ഇന്ന് ജയിൽ മോചിതനാകും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണമോഷണം പോയ കേസിലാണ് ജാമ്യം. ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി RSP യോഗത്തിൽ തമ്മിലടി. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തികിനെ അംഗീകരിക്കില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത മണ്ഡലം സെക്രട്ടറി N നൌഷാദ് പറഞ്ഞു. ഇതാണ് തർക്കത്തിന് വഴിവെച്ചത്. സമവായ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടിയെ എത്തിച്ചത് പ്രേമചന്ദ്രനാണെന്നും നൌഷാദ് പറഞ്ഞു. ഇതിനെതിരെ മണ്ഡലം കമ്മിറ്റി അംഗം ബിജു ലക്ഷ്മികാന്തന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർന്നു. ഇതാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രൊഫസർ VK വിജയൻ രാജിവെച്ചു. ഈ മാസം 14-ന് ചെയർമാന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് രാജി. ദേവസ്വം മന്ത്രി VN വാസവന് രാജി സമർപ്പിച്ചു. 4 വർഷത്തോളം ചെയർമാനായി പ്രവർത്തിച്ച ശേഷം ദേവസ്വത്തിനും ക്ഷേത്രത്തിനും ഭക്തജനങ്ങൾക്കുമായി ചെയ്യാൻ സാധിച്ച പ്രവർത്തനങ്ങളിൽ പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ പ്രമുഖ പത്രങ്ങളുടെ പത്രാധിപരും പത്മഭൂഷൺ ജേതാവുമായ HK ദുവ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 3 ആഴ്ചയായി ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം മാർച്ച് 5-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ലോധി റോഡ് ശ്മശാനത്തിൽ നടക്കും. മാധ്യമരംഗത്ത് സമാനതകളില്ലാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ദുവ ദ ട്രിബ്യൂൺ, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നീ പ്രമുഖ പത്രങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള വിപണികളെ ഉലയ്ക്കുന്നതിനിടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. ബുധനാഴ്ച വ്യാപാരം ആരംഭിച്ചപ്പോൾ US ഡോളറിനെതിരെ 69 പൈസ ഇടിഞ്ഞ് 92.18 എന്ന എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലാണ് രൂപ എത്തി നിൽക്കുന്നത്. തിങ്കളാഴ്ച 91.49 എന്ന നിലയിലായിരുന്നു രൂപയുടെ മൂല്യം. TVK അധ്യക്ഷനും നടനുമായ വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. കുടുംബ കോടതിയിലുള്ള കേസ് അവസാനിപ്പിക്കുന്നതിനായി സംഗീതയ്ക്കും മക്കൾക്കുമായി വിജയ് 250 കോടി രൂപ നൽകാൻ ധാരണയായതാണ് സൂചന. ചെങ്കൽപ്പേട്ട് ജില്ലാ കുടുംബ കോടതിയിലാണ് സംഗീത വിവാഹമോചന ഹർജി നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിക്കുന്നു. ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാന്റെ കപ്പലിന് നേരെ അന്തർവാഹിനി ആക്രമണമുണ്ടായതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 101 പേരെ കാണാതാവുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ശ്രീലങ്കൻ നാവികസേനയും പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. ഇറാന്റെ നിലപാടുകളിൽ തിരശ്ശീലയ്ക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രമായിരുന്നു പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖമനേയിയുടെ മകൻ മുജ്തബ ഖമനേയി. പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനാണ് മുജ്തബയെ. ഇറാനിൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയതിന് പിന്നിൽ മുജ്തബയുടെ നിലപാടുകളായിരുന്നു. ആയത്തുള്ള ഖമനേയിയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമനേയിയെ തെരഞ്ഞെടുത്തതായി ഉടൻ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുമ്പോൾ ഇനി ഇറാന്റെ ഭാവി എന്ത് എന്ന ചർച്ചകൾ ലോകത്ത് സജീവമാണ്.
ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.